ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുക. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. കാർ ഡ്രൈവിംഗ് പഠിക്കുന്ന സ്ത്രീകൾ ഇന്നത്തെ ഒരു വീഡിയോ മിസ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കണം. അതായത് കാർ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. അതുപോലെ തന്നെ കാർ ഡ്രൈവിംഗ് പഠിച്ച ലൈസൻസ് എടുത്ത് വാഹനമുള്ള സ്ത്രീകളുമുണ്ട്. എന്നാൽ പല ആൾക്കാർക്കും ഒരു വണ്ടി റോഡിലേക്ക് ഓടിക്കാനായിട്ടുള്ള ധൈര്യമില്ല. വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് വണ്ടി തട്ടുമോ എന്നുള്ള ഒരു പേടി, വണ്ടിയുടെ പ്രോപ്പർ ജഡ്ജ്മെൻറ്റ് മനസ്സിലാക്കിയെടുക്കാനായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഇല്ലായ്മയൊക്കെ ബിഗിനേഴ്സായിട്ട് സ്ത്രീകൾക്ക് സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാർ ഡ്രൈവിങ്ങിൽ വളരെ വേഗത്തിൽ എക്സ്പേർട്ട് ആകാനായിട്ട് നിങ്ങൾ ഡ്രൈവിങ്ങിൽ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ട്രിക്കുകൾ അല്ലെങ്കിൽ ഡ്രൈവിങ്ങിൽ ഒളിഞ്ഞിരിക്കുന്ന ചില രഹസ്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ കാർ ഡ്രൈവിങ്ങിൽ എക്സ്പേർട്ട് ആകാനായിട്ട് കഴിയും. നിങ്ങൾക്ക് സ്വയമായിട്ട് വണ്ടി ഓടിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെൽ ഐക്കണിൽ ഓൾ അമർത്തിയിട്ടാൽ ഞാൻ ഇത്തരത്തിൽ ചെയ്തിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം, നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ ഡ്രൈവിംഗ് സ്കൂള് ഇടുക്കിയിലാണ്, കട്ടപ്പനയിലാണുള്ളത്. നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡ്രൈവിംഗ് പ്രാക്ടീസ് നൽകുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജിലോ അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് ചാനലിലോ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രാക്ടീസ് ആവശ്യപ്പെടാൻ കഴിയുന്നതാണ്. ഇനി നിങ്ങൾ സ്ത്രീകൾക്ക് കാർ ഡ്രൈവിങ്ങിൽ ഏറ്റവും നല്ല രീതിയിൽ ഒരു വണ്ടി നിങ്ങൾക്ക് ഓടിക്കാൻ അല്ലെങ്കിൽ കാർ ഡ്രൈവിങ്ങിൽ എക്സ്പേർട്ട് ആകാനായിട്ടുള്ള ഡ്രൈവിംഗ് ട്രിക്കുകൾ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സാണ് ആദ്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മളൊരു കാറ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ വാഹനത്തിൻ്റെ സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അപ്പം നിങ്ങൾ പല ആൾക്കാരും ഇത്തരത്തിൽ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതിൽ ചില കാര്യങ്ങളുണ്ട്. ഇത് നിങ്ങൾ പ്രോപ്പറായിട്ട് അറിഞ്ഞിരിക്കണം. പല ആൾക്കാർക്ക് ഇതെങ്ങനെയാണ് ശരിയായ രീതിയിൽ ചെയ്യണം എന്നുള്ളത് അറിയത്തില്ല. അതായത് ഈ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ കൈ എങ്ങനെയാണ്, ഏത് ഭാഗത്തൂടെയാണ് നമ്മൾ സീറ്റിൻ്റെ ലിവറിലേക്ക് എത്തിക്കേണ്ടതെന്ന് പോലും പല ആൾക്കാർക്കും ധാരണയില്ല. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഇടത്തെ കൈ ഇത്തരത്തിൽ നിങ്ങളുടെ ഇടത്തെ കാലിൻ്റെ ഈ ഭാഗത്തുകൂടി സീറ്റിൻ്റെ അടിഭാഗത്തെ ലോക്കിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കിവിടെ അടിഭാഗത്തായിട്ട് ഇത് എൽ ഷേപ്പിലുള്ള ഒരു ലിവർ കാണാം. നിങ്ങൾ നോക്കുക. ഈ ലിവറിൽ ജസ്റ്റ് നമ്മളുടെ 4 വിരലുകൾ ഇത്തരത്തിലൊന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് ഇത്തരത്തിൽ സീറ്റ് നമുക്ക് മുന്നോട്ടും പിന്നോട്ടുമായിട്ട് നമുക്ക് ആവശ്യാനുസരണം അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. അഡ്ജസ്റ്റ് ചെയ്താൽ ഉടൻ തന്നെ ഈ ലിവറിൽ നിന്ന് കൈ എടുക്കുക. അപ്പോൾ നമുക്കിത് പ്രോപ്പറായിട്ട് ലോക്കാകും. അപ്പോൾ ഈ രീതിയിൽ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങളുടെ കൈവിരലുകൾ നിങ്ങൾ നോക്കിക്കേ. ഈ ഒരു ഭാഗത്ത് നിങ്ങളുടെ കൈവിരലുകൾ ഏകദേശം 4 വിരലുകൾ ഈ ഡാഷ്ബോർഡുമായിട്ട് നമുക്ക് സ്പേസ് ഉണ്ടായിരിക്കണം. ഈ സ്പേസിൽ വന്നെങ്കിൽ മാത്രമേ നമ്മളുടെ വാഹനത്തിൻ്റെ ക്ലച്ച്, ബ്രേക്ക്, ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഇത് പ്രോപ്പറായിട്ടുള്ള കംഫർട്ട് ലെവലിൽ നമുക്ക് യൂസ് ചെയ്യുമ്പോഴാണ് ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു നമുക്ക് ഡ്രൈവിംഗ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. കാരണം നമ്മുടെ ഇരിപ്പ് ഡ്രൈവിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ കൂനിക്കൂടിയാണ് ഡ്രൈവിങ്ങിൽ ഇരിക്കുന്നതെങ്കിൽ വണ്ടി മുന്നോട്ട് ഓടിച്ചു പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശരിയായ രീതിയിലുള്ള സ്റ്റിയറിംഗ് കൺട്രോൾ നമുക്ക് ലഭിക്കണമെന്ന് നിർബന്ധമില്ല. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, നിങ്ങളുടെ വാഹനത്തിൻ്റെ 3 പെഡലുകൾ ABC, ആക്സിലറേറ്റർ, ബ്രേക്ക്, ക്ലച്ച്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, എൻ്റെ കാല് പ്ലേസ് ചെയ്തേക്കുന്ന രീതി നോക്കിക്കേ. ഈ ക്ലച്ച് പെഡലിനോട് ചേർന്നാണ് എൻ്റെ ഇടത്തെ കാല് ഞാൻ പ്ലേസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ വലത്തെ കാല് വെച്ചേക്കുന്നത് നിങ്ങൾ നോക്കുക, ഈ ബ്രേക്ക് പെഡലിനോട് ചേർന്നാണ്. ഇങ്ങനെയായിരിക്കണം നിങ്ങളുടെ കാല് കൃത്യമായിട്ടും വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ഇരിക്കേണ്ടത്. ഇനി കാല് ഉപയോഗിക്കുന്ന സമയത്തുള്ള കൃത്യമായിട്ടുള്ള ക്ലച്ച് കൺട്രോളിങ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും കാല് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇടത്തെ കാല് ഫ്രീ ആക്കി ക്ലച്ച് ചവിട്ടുക. അതിനുശേഷം ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുമ്പോഴും ഇടത്തെ കാലിൻ്റെ ഈ ഭാഗം നമ്മൾ ഈ ഫ്ലോറിൽ വെക്കാൻ പാടില്ല. ഇത് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്താലേ ക്ലച്ച് നമുക്ക് ശരിയായ രീതിയിൽ ബാലൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ബാലൻസിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഗിയർ ഇടുമ്പോൾ നമുക്ക് ക്ലച്ചിൽ നിന്നുള്ള റിലീസിങ് ഏറ്റവും സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഒരു വണ്ടി എടുക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് കയറ്റത്തൊക്കെ എടുക്കുന്ന സമയത്ത് വണ്ടി ഓഫാകാതെ എടുക്കണമെന്നുണ്ടെങ്കിൽ കാല് ഇങ്ങനെ തന്നെ യൂസ് ചെയ്ത് ശീലിക്കുക. അതുപോലെ തന്നെ ബ്രേക്കും
ആക്സിലറേറ്ററും യൂസ് ചെയ്യുന്ന സമയത്ത് കാല് ഇതുപോലെ നമ്മൾ വലത്തെ കാല് ബ്രേക്ക് പെഡലിനോട് ചേർന്ന് വെച്ചതിന് ശേഷം ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് ഇത് ഇങ്ങനെ കാല് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ബ്രേക്കും ആക്സിലറേഷനും കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും. ഇനി പല ആൾക്കാർക്ക് ചിന്തയുള്ളൊരു കാര്യമാണ്, സംശയമുള്ളൊരു കാര്യമാണ്, നമ്മൾ ബ്രേക്കും ആക്സിലറേറ്ററും യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടും ഒരേ ടൈമിൽ യൂസ് ചെയ്യേണ്ടതായിട്ട് വരുമോ? അതായത് ബ്രേക്കും ആക്സിലറേറ്ററും ഒരേ സമയം യൂസ് ചെയ്യേണ്ടതായിട്ട് വരുമോ? ഒരിക്കലുമില്ല. അത് നിങ്ങൾ കൃത്യമായിട്ടും മനസ്സിലാക്കും. ബ്രേക്ക് ചവിട്ടുന്നത് എന്തിനാണ്? നമ്മൾ വാഹനത്തെ സ്ലോ ചെയ്യാനായിട്ട്. ആക്സിലറേഷൻ കൊടുക്കുന്നത് എന്തിനാണ്? വാഹനത്തിൻ്റെ വേഗത കൂട്ടാൻ. അപ്പോൾ നമ്മൾ വാഹനത്തെ സ്ലോ ചെയ്യേണ്ടതും വേഗത കൂട്ടേണ്ടതുമായിട്ടുള്ള ഒരു കാര്യം ഡ്രൈവിങ്ങിൽ ചെയ്യേണ്ടതായിട്ട് വരുമോ? ഒരേ ടൈമിൽ സ്ലോ ചെയ്യണം, ഒരേ ടൈമിൽ വേഗത കൂട്ടണം, അങ്ങനെ ചെയ്യുമോ? ഇല്ല. ഒന്നെങ്കിൽ വേഗത കുറയ്ക്കണം, ഒന്നെങ്കിൽ വേഗത കൂട്ടണം. അപ്പം ഇത് രണ്ടും ഒരേ ടൈമിൽ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. അതുകൊണ്ട് ഇത് മാറി മാറി വലത്തെ കാല് ഉപയോഗിച്ച് ചെയ്യുക, ഇടത്തെ കാല് കൃത്യമായിട്ടും ക്ലച്ച് ചവിട്ടാനായിട്ട് യൂസ് ചെയ്യുക. ഇനി ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡ്രൈവിങ്ങിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ഡ്രൈവിംഗ് ആരംഭിക്കാമോ? പോരാ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വാഹനത്തിന് മിറർ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. കാരണം സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും കാല് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനായിട്ടുള്ള സ്പേസും നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് മിറർ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അപ്പം മിറർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും നിങ്ങൾക്ക് വാഹനത്തിൻ്റെ ബാക്ക് സൈഡ് ഒരു ക്ലിയർ വ്യൂ കിട്ടുന്ന രീതിയിൽ, അതായത് ഈ ഒരു ഏരിയ ക്ലിയർ ആയിട്ട് കാണാവുന്ന രീതിയിൽ മിറർ അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പം നിങ്ങൾ നോക്കിയാൽ പുറകുവശം എനിക്ക് ഒരു ക്ലിയർ വ്യൂ ആണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ലെഫ്റ്റ് മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വണ്ടിയുടെ ബോഡി ഏരിയ നമുക്ക് ഏകദേശം ഒരു 20% കണ്ടാൽ മതി, ബാക്കി ഒരു 80% നമുക്ക് ബാക്കിലുള്ള സ്പേസ് കാണണം. ഇപ്പം തന്നെ നിങ്ങൾ നോക്കിയാൽ ബാക്കിൽ ഒരു ലോറി കിടപ്പുണ്ട്, ഒരു വണ്ടി പോകുന്നുണ്ട് ബാക്ക് സൈഡിലേക്ക്. അത് അത്രയും നമുക്ക് ഒരു വൈഡ് വ്യൂ നമുക്ക് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് ലഭിക്കുന്ന രീതിയിൽ ഇത്തരത്തിൽ വാഹനത്തിൻ്റെ ലെഫ്റ്റ് മിററും ഒപ്പം തന്നെ നിങ്ങൾ വാഹനത്തിൻ്റെ റൈറ്റ് മിററും അഡ്ജസ്റ്റ് ചെയ്യുക. ബോഡി ഏരിയ നമുക്കിത് ഇതുപോലെ കാണണം, ബാക്കി നമുക്ക് റോഡ് ഏരിയ ക്ലിയർ ആയിട്ട് കാണാം. ഇപ്പോൾ ഈ സൈഡിലേക്ക് ഒരു റോഡ് പോകുന്നുണ്ട്, ബാക്കിലെ റോഡിൻ്റെ ഏരിയ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഇത് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ ഡ്രൈവിംഗ് ആരംഭിക്കാനായിട്ട് പാടുള്ളൂ. ഇനി നിങ്ങൾക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു തുടങ്ങാം. ഓടിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും നിങ്ങളുടെ വലത്തെ കാല് ആദ്യം എടുത്ത് ബ്രേക്ക് പെഡലേ വെക്കുക, അതിനുശേഷം മാത്രമേ ക്ലച്ച് ചവിട്ടാവുള്ളൂ. ക്ലച്ച് ചവിട്ടുമ്പോൾ ഇത് ശ്രദ്ധിക്കണം, ആദ്യം കയറി ക്ലച്ച് ചവിട്ടരുത്, ബ്രേക്കേ കാല് വെച്ചിട്ടേ ക്ലച്ച് ചവിട്ടാവുള്ളൂ. കാരണം എന്താണ്, നമ്മുടെ വണ്ടി ഒരു കയറ്റത്തോ ഇറക്കത്തോ കിടക്കുകയാണ്. നമ്മൾ ക്ലച്ച് ആദ്യം ചവിട്ടിക്കഴിഞ്ഞാൽ വണ്ടിക്ക് എഞ്ചിനുമായിട്ടുള്ള ഒരു പിടുത്തം വിട്ടു, അതായത് ഗിയർ ബോക്സും എഞ്ചിനും തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ട്, അത് കട്ട് ഓഫ് ആകുമ്പോൾ വണ്ടി എങ്ങോട്ടേലും ഉരുണ്ടു പോകും. അപ്പോൾ ഉരുണ്ടു പോകാതിരിക്കാനായിട്ട് ആദ്യം ബ്രേക്ക് ചവിട്ടിയിട്ടാണ് നമ്മൾ ക്ലച്ച് ചവിട്ടുന്നതെങ്കിൽ വണ്ടി ഒരു സൈഡിലേക്ക് ഉരുണ്ടു പോകത്തില്ല. കാരണം ബ്രേക്ക് ചവിട്ടി നമ്മൾ വണ്ടിയെ നിർത്തിയേക്കാണ്. എന്നിട്ട് ക്ലച്ച് ചവിട്ടുക, വാഹനത്തിൻ്റെ കീ നമ്മൾ കൃത്യമായിട്ട് ഇടുക, അതിനുശേഷം നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് വണ്ടിയുടെ ഗിയർ ന്യൂട്രലാക്കിയാൽ കൃത്യമായിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തിട്ട് നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യാം. ന്യൂട്രൽ ഗിയറിലാക്കി ബ്രേക്കിൽ കാല് വെച്ചാൽ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഇത് രണ്ടിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്കൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പ്രോപ്പറായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക എന്നുള്ളതാണ്. ഡ്രൈവിങ്ങിൽ കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ ഇടുക. ഫസ്റ്റ് ഗിയർ ഇടുമ്പോൾ തെറ്റാതിരിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, കൃത്യമായിട്ട് നിങ്ങളുടെ വണ്ടിയുടെ ഗിയർ ലിവർ ന്യൂട്രലാക്കിയിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ ചേർക്കുക, കൈ ഇങ്ങനെ തന്നെ പിടിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പം ലെഫ്റ്റ് മാക്സിമം ചേർന്ന് കിട്ടും. എന്നിട്ട് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഫസ്റ്റ് നമുക്ക് തെറ്റാതിടാൻ കഴിയും. ഇനി നമുക്ക് വാഹനം മുന്നോട്ടെടുക്കാനായിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക, ആക്സിലറേഷൻ പെഡലിലേക്ക് ഇത്തരത്തിൽ നിങ്ങളുടെ വലത്തെ കാല് വെക്കുക, ലൈറ്റായിട്ട് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുക. എന്നിട്ട് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഇടത്തെ കാല് ഇവിടെ വെക്കാതിരിക്കുക, ഈ എൻഡിൽ വെക്കാതിരിക്കുക, പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുക. എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്തിട്ട് ക്ലച്ചിൽ നിന്ന് ഇടത്തെ കാല് ഇങ്ങനെ പതുക്കെ അയക്കുമ്പോൾ നമുക്ക് ഏറ്റവും ബാലൻസോടെ വണ്ടി ഓഫ് ആകാതെ ഒരു ബിഗിനറിനെ എടുക്കാൻ കഴിയും. അപ്പോൾ സ്ത്രീകൾ പ്രത്യേകിച്ച് വണ്ടി എടുക്കുന്ന സമയത്ത് ഇങ്ങനെ തന്നെ കാല് ബാലൻസ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് കനം കൂടിയ ചെരുപ്പുകൾ ഡ്രൈവിങ്ങിൽ ഉപയോഗിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം കനം കൂടിയ ചെരുപ്പുകൾ ഡ്രൈവിങ്ങിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം ബ്രേക്ക് ചവിട്ടുന്നുണ്ട്, എത്രത്തോളം ക്ലച്ച് ചവിട്ടുന്നുണ്ട്, ക്ലച്ചിൽ നിന്ന് എത്രത്തോളം കാല് റിലീസായി, ഇത് നിങ്ങളുടെ കാല് സെൻസ് ചെയ്യില്ല. അപ്പോൾ സെൻസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, കൃത്യമായിട്ടും ഡ്രൈവിങ്ങിൽ ചെരുപ്പുകൾ ഉപയോഗിക്കുമ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. കനം കുറഞ്ഞ ചെരുപ്പുകൾ ഡ്രൈവിങ്ങിൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഒപ്പം തന്നെ നിങ്ങൾ സ്ത്രീകളിൽ ഒട്ടുമിക്ക ആൾക്കാരുടെ ഒരു പ്രോബ്ലമാണ്, ഇത്തരത്തിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു പോകുന്ന സമയത്ത് മുടിയോ അല്ലെങ്കിൽ നമ്മളുടെ ഷാളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം നടത്തും. അങ്ങനെ നടത്തുന്ന സമയത്ത് നമ്മുടെ വണ്ടി ലെഫ്റ്റ് സൈഡിലേക്കോ റൈറ്റ് സൈഡിലേക്കോ സെൻറ്ററിലേക്കോ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള അശ്രദ്ധമായിട്ടുള്ള
കാര്യങ്ങൾ ഡ്രൈവിങ്ങിൽ ചെയ്ത് കൃത്യമായിട്ടും മുടിയൊക്കെ കെട്ടിവെച്ച് അല്ലെങ്കിൽ ഷാളൊക്കെ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് ഒതുക്കി വെച്ച് മാത്രമേ നിങ്ങൾ വാഹനം ഓടിക്കാൻ തുടങ്ങാവുള്ളൂ. ഈ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ഡ്രൈവിങ്ങിൽ എപ്പോഴാണ് സെക്കൻഡ് ഗിയർ യൂസ് ചെയ്യേണ്ടത്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കംഫർട്ട് ലെവൽ മനസ്സിലാക്കി ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് നമ്മൾ ഫസ്റ്റ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് എപ്പോഴും ഇടേണ്ടതെന്ന് പറയുന്നത് വണ്ടിക്ക് കുറച്ചൊരു മൂവ്മെൻറ്റ്സ് നൽകി വണ്ടി നന്നായിട്ട് ഉരുണ്ട് തുടങ്ങുന്ന ഒരു സാഹചര്യമാകുമ്പോഴാണ്. ഏകദേശം ഒരു 20 കിലോമീറ്റർ വേഗതയിലാകുമ്പോഴായിരിക്കണം നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇടേണ്ടത്. ഇപ്പോൾ ഞാനൊരു ബിഗിനർ ഓടിക്കുന്നത് പോലെ തന്നെയാണ്, ഫസ്റ്റ് ഗിയറിൽ തന്നെയാണ് ഓടിച്ചു പോകുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ സെക്കൻഡ് ഇടേണ്ടത് നിങ്ങൾക്ക് എപ്പോഴാണ് ഒരു കോൺഫിഡൻറ്റ് ഉണ്ടാകുന്നത് ആ സമയത്ത് ഇടുക. അങ്ങനെ ഓടിച്ചെങ്കിലേ നമുക്ക് സ്വയമായിട്ട് ഡ്രൈവിംഗ് എളുപ്പമാക്കി എടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഇപ്പം നിങ്ങൾ നോക്കുക, ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ പോകുന്നു, ഇവിടെ റോഡ് സ്ട്രെയിറ്റ് ആണെന്ന് കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ചെറുതായിട്ട് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കി ആക്സിലറേഷൻ കുറയ്ക്കുന്നു. ആദ്യം ക്ലച്ച് ചവിട്ടി പിടിക്കുന്നു, എന്നിട്ട് ഇടത്തെ കൈ എടുത്ത് സ്റ്റിയറിംഗ് വീലിൻ്റെ ഇവിടെ പിടിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് ചേർത്ത് താഴോട്ടിടുന്നു, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. ഇപ്പം നിങ്ങൾ നോക്കുക, പ്രോപ്പർ സെക്കൻഡ് ഗിയറിലാണ് എൻ്റെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടാനായിട്ട് നിങ്ങൾ സ്ത്രീകൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇവിടെ കൈ പിടിക്കുക. സ്റ്റിയറിംഗിൻ്റെ ഏകദേശം റൈറ്റ് സൈഡിൽ ഈ ഭാഗത്തായിട്ട് നിങ്ങളുടെ വലത്തെ കൈ പിടിക്കുക. അപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ബാലൻസ് കിട്ടും. ഇപ്പം നിങ്ങൾ നോക്കിയാൽ നല്ല രീതിയിലുള്ള ഒരു ബാലൻസ് എനിക്ക് കിട്ടുന്നുണ്ട്. ഇനി നമ്മളിങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ ഒരു കയറ്റം കണ്ടു. കയറ്റം കാണുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് നേരത്തെ തന്നെ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഒരു കൈ കൊണ്ട് ഇവിടെ ഇങ്ങനെ സ്റ്റിയറിംഗ് ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നു, നമ്മുടെ നോട്ടം റോഡിലേക്കാകുക. എന്നിട്ട് നേരത്തെ തന്നെ ആക്സിലറേഷൻ ഞാനൊന്ന് കുറയ്ക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു. എന്നിട്ട് ക്ലച്ചിൽ നിന്ന് ഞാൻ കാല് റിലീസ് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പം ഞാൻ ഇനി ഇവിടുന്ന് മുകൾ ഭാഗത്തേക്കാണ് കയറുന്നത്. ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് ഞാൻ ഇവിടെ തിരിയാണ്. സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എടുത്തെടുത്ത് തിരിക്കുക. ഇനി നമുക്ക് റൈറ്റ് സൈഡിലേക്ക് തിരിയണം. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു. സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ ഞാൻ ഇതേ ഇങ്ങനെ എടുത്തെടുത്താണ് തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഗിയർ കൊടുത്തുള്ള തിരിവുകൾ നിങ്ങൾ ജംഗ്ഷനിൽ എടുക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടും. നമ്മുടെ വണ്ടി നമ്മുടെ കൺട്രോളിലായിരിക്കും. ഓക്കെ, ഇപ്പോൾ തിരിഞ്ഞ് കിട്ടി. ഇനി വീണ്ടും എൻ്റെ വലത്തെ കൈ കൊണ്ട് ഇവിടെ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്നു, ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, എൻ്റെ ഇടത്തെ കൈ എടുത്ത് സ്റ്റിയറിംഗ് വീലിൻ്റെ ഇവിടെ പിടിക്കുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കിയ വളവ് തിരിഞ്ഞപ്പോൾ എൻ്റെ വലത്തെ കൈ കൊണ്ട് ഞാനിത് ഇങ്ങനെ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്തു, ഇടത്തെ കൈ ഇവിടെ വെച്ചു. അതിനുശേഷം നമ്മൾ വീണ്ടും രണ്ട് കൈ എടുത്ത് സ്റ്റിയറിംഗിലേക്ക് വെക്കുക. ഓക്കെ, വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻ്റ് ആയി എന്ന് ഉറപ്പാക്കുക. നിരപ്പ് റോഡ് വരുമ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് ആദ്യം ഒന്ന് ബാലൻസ് ചെയ്യുക, എന്നിട്ട് ക്ലച്ച് പിടിക്കുക, തേർഡ് കൊടുക്കുക. കാരണം നിരപ്പിൽ നമ്മൾ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല. കാരണം റോഡ് സ്ട്രെയിറ്റ് ആയതുകൊണ്ട് നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ തേർഡ് ഗിയറിലേക്ക് ഇട്ടു. തേർഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് നിങ്ങൾ കൈ പിടിക്കേണ്ട ഒരു രീതി എന്ന് പറയുന്നത്, ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ പോകുന്നു, തേർഡിലേക്ക് ഇടാൻ തീരുമാനിച്ച കൈ ഇങ്ങനെ വരിക, ക്ലച്ച് പിടിക്കുക, ഇങ്ങനെ തേർഡ് ഗിയറിലേക്ക് ഇടുക. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് തേർഡ് ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ നിരപ്പ് റോഡ് ഗിയർ ഇട്ട് ഓടിക്കുക. ഇനി നിങ്ങൾ ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം എനിക്ക് ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ജംഗ്ഷനിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയാനായിട്ട് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ആദ്യം കൊടുക്കുന്നു, ബ്രേക്ക് കാല് വരുന്നു, ക്ലച്ച് ഔട്ടുന്നു. എപ്പോഴും നമ്മൾ വരുന്ന ഒരു ഗിയറിൽ നിന്ന് ഡൗൺ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കണം. ഇപ്പോൾ ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്, ഇറക്കം കൂടിയ ഒരു റോഡാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ക്ലച്ചിൽ ഫുള്ള് ചവിട്ടിയിട്ടുണ്ട്, ബ്രേക്കിൽ നിന്ന് പതുക്കെ കാലയച്ച്, ക്ലച്ചിൽ നിന്നും പതുക്കെ കാലയച്ച് ഞാനിവിടെ തിരിയുകയാണ്. അപ്പോൾ ഗിയർ അഡ്വാൻസ് ഡൗൺ ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. വന്ന ഗിയറിൽ നിങ്ങൾ ജംഗ്ഷൻ തിരിയാനായിട്ട് ശ്രമിക്കരുത്. അങ്ങനെ തിരിയുമ്പോഴാണ് പലപ്പോഴും നിങ്ങൾക്ക് വണ്ടി ഓഫായി പോകുന്നത്. അപ്പോൾ വണ്ടി ഓഫാകാതെ ഡ്രൈവ് ചെയ്യാനായിട്ട് ഗിയർ അഡ്വാൻസ് ആയിട്ട് ഡൗൺ ചെയ്യാനായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കുക. ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ പോകുന്നു, ഇനി വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു കൈ കൊണ്ട് ഇവിടെ ബാലൻസ് ചെയ്യുക, ക്ലച്ച് പിടിക്കുക, നമ്മളുടെ ഇടത്തെ കൈ എടുത്ത് ഗിയർ ലിവറിൽ ഇങ്ങനെ പിടിക്കുക. നമുക്ക് ഇനി കൊടുക്കേണ്ട ഗിയർ തേർഡാണ്, ന്യൂട്രൽ വരുന്നു, തൊട്ട് മേലിലേക്ക് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്നു, വീണ്ടും ഇത്തരത്തിൽ വരുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മൾ എപ്പോഴും വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഈ ബ്രേക്കും ആക്സിലറേറ്ററും പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം. പലർക്കും അത് അറിയത്തില്ല. അത് നിങ്ങളുടെ ഡ്രൈവിങ്ങിലെ വലിയൊരു പോരായ്മയാണ്. ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഞാനിവിടെ ആക്സിലറേഷൻ കൊടുത്തു പോവാണ്. ഇവിടെ ഒരു വളവ് വന്നു. വളവ് നമ്മൾ കാണുമ്പോൾ തന്നെ ആക്സിലറേഷൻ പെഡലിൽ നിന്ന് ബ്രേക്കിലേക്ക് ജസ്റ്റ് എടുത്ത് കാല് വെക്കുക. ബ്രേക്ക് ചവിട്ടി കൊടുക്കണമെന്ന് നിർബന്ധമില്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചവിട്ടി കൊടുത്താൽ മതി. ഇവിടെ ഇത്രയും ദൂരം വണ്ടി വെറുതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, വണ്ടിക്ക് ഇനി മൂവ്മെൻറ്റ്സ് വേണമെന്ന് തോന്നുമ്പോൾ ബ്രേക്കിൽ നിന്ന് വീണ്ടും കാലെടുത്തിട്ട് ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കണം. അല്ലാതെ നമ്മളൊരു വളവിലെ ഇറക്കങ്ങളിൽ വരുമ്പോൾ ആക്സിലറേഷൻ പെഡലിൽ മാത്രം ഇങ്ങനെ കാല് വെക്കരുത്. കാരണം നമുക്ക് ചിലപ്പോൾ
അപ്പോൾ പെട്ടെന്ന് വണ്ടി സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു. നമുക്കവിടെ ആക്സിലറേഷൻ കൊടുത്ത് പോകേണ്ട ആവശ്യമില്ല. വെറുതെ കാലം അവിടെ നമ്മൾ വെച്ചേക്കുകയാണെങ്കിൽ അത് സേഫ് അല്ല. നമുക്ക് വാഹനം മുന്നോട്ട് ഉരുണ്ടു പോകുന്ന സമയത്ത് റണ്ണിങ് ഉണ്ടെങ്കിൽ നമ്മൾ ബ്രേക്കിലേക്ക് കാല് ജസ്റ്റ് എടുത്ത് വെക്കുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ബ്രേക്ക് ചവിട്ടി കൊടുക്കുക. അപ്പോൾ നമുക്ക് ബ്രേക്ക് ചവിട്ടേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് എളുപ്പമാകും. അതിനാണ് ഞാൻ ഈ ഒരു കാര്യം ഇങ്ങനെ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കേ, വീണ്ടും ഞാൻ ആക്സിലറേഷൻ കൊടുത്ത് ഈ റോഡിൽ ഇങ്ങനെ പോകുന്നു. എൻ്റെ കൈ രണ്ടും ഇത് ഇത്തരത്തിൽ സ്റ്റിയറിംഗിൽ പിടിച്ചിട്ടുണ്ട്. വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു, ആക്സിലറേഷൻ കുറയ്ക്കുന്നു, 4th ഗിയറിലേക്ക് ഇടുന്നു, കൈ ഇങ്ങനെ പിടിക്കുന്നു, 4th ഇടുന്നു. ഇനി നമുക്ക് ഗിയർ ഡൗൺ ചെയ്യേണ്ട സമയത്ത് എന്ത് ചെയ്യണം? അഡ്വാൻസ് ചെയ്യണം, നേരത്തെ തന്നെ തേടിടുക. കാരണം ഇപ്പോൾ ഈ മുന്നിൽ പോകുന്ന വണ്ടി സ്ലോ ആയതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ 3rd ഗിയറിലേക്ക് ഇട്ടു. അപ്പോൾ നമ്മുടെ വണ്ടി എപ്പോഴൊക്കെ നമുക്ക് സ്ലോ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വരുന്ന ഗിയറിൽ നിന്ന് കുറച്ചും കൂടെ ടോർക്കുള്ള ഗിയറിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മളുടെ വാഹനത്തെ സ്ലോ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അത് നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ 3rd ഇങ്ങനെ പോകുന്നു. ഇനി നമുക്ക് ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് തിരിയണം. അപ്പോൾ വണ്ടി സ്ലോ ചെയ്യണമല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക? ക്ലച്ച് പിടിക്കുക. ഇതേ ഞാൻ നേരത്തെ 3rd നിന്ന് 2nd ഇടുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഗിയർ ഡൗൺ ഷിഫ്റ്റിംഗ് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് നേരത്തെ ഡൗൺ ചെയ്യുക. നമ്മുടെ വണ്ടി സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ 3rd 2nd ഇടുക, 4th 3rd ഇടുക. തീർത്തും സ്ലോ ആയാൽ 1st ഗിയറിലേക്ക് ഇടുക. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടുന്ന് എനിക്ക് നേരെ ലെഫ്റ്റ് സൈഡിലേക്കാണ് തിരിയേണ്ടത്. ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുന്നു. ഇത് ഞാൻ ഇവിടെ തിരിയുന്നു. 2nd ഗിയറിലാണ് എൻ്റെ വണ്ടി പോകുന്നത്. എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ കയറുന്നു. ഇവിടെ ഒരു വളവാണ്. ഈ വളവ് തിരിഞ്ഞ് നമ്മളുടെ വാഹനം ഇത്തരത്തിൽ വരുന്നു. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുക, 2nd ഗിയറിൽ തന്നെ പോവാണ്. അപ്പോൾ ഇവിടെ വളവായതുകൊണ്ടും കയറ്റമായതുകൊണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം? 2nd ഗിയറിൽ തന്നെ പോകുക, മറ്റൊരു ഗിയറിനെ ആശ്രയിക്കാതിരിക്കുക. ഇനി ഇവിടെ നല്ലൊരു കയറ്റം കണ്ടു. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ കൃത്യമായിട്ട് നേരത്തെ 1st ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക, എന്നിട്ട് കയറ്റം കയറുക. അവിടെയൊന്നും നമ്മൾ കൺഫ്യൂഷൻ വരരുത്. പല ആൾക്കാർ 2nd തന്നെ കയറാൻ ശ്രമിക്കും. അപ്പോൾ എന്ത് ചെയ്യും? വണ്ടി ഓഫായി പോകും. ഫസ്റ്റ് കൊടുത്താണ് കുത്തനെയുള്ള കയറ്റം നമ്മൾ താഴേന്ന് കയറുന്നതെങ്കിൽ പിന്നെ നമുക്കിത് ഇതുപോലെ സേഫായിട്ട് കയറാൻ കഴിയും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോളിൽ നിങ്ങൾക്ക് എക്സ്പേർട്ട് ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ വാഹനത്തിൻ്റെ വേഗത കുറച്ചുള്ള ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കണം. ഇപ്പം നിങ്ങൾ നോക്കിക്കേ, ഞാൻ പതുക്കെയാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ പതുക്കെയാണ് വണ്ടി ഓടിക്കുന്നതെങ്കിലും ഞാൻ ഗിയറൊക്കെ മാറുന്നുണ്ട്. 2nd കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കുക, വീണ്ടും വണ്ടിക്ക് ഒരു മൂവ്മെൻറ്റ്സ് നൽകി റോഡ് സ്ട്രൈറ്റ് ആയപ്പോൾ എന്ത് ചെയ്യുന്നു? 3rd കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും എൻ്റെ വണ്ടിയുടെ വേഗത ഒരു പരിധിക്കപ്പുറമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആക്സിലറേഷൻ കൺട്രോളിങ് ഇവിടെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ക്ലിയർ ആയി കിട്ടത്തുള്ളൂ. സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് കൺട്രോൾ നമുക്ക് ഒരു ബിഗിനറിന് ലഭിക്കത്തില്ല. അപ്പോൾ പരമാവധി സ്പീഡ് കുറച്ച് നിങ്ങൾ സ്ത്രീകൾ വണ്ടി ഓടിക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് പേർക്കുള്ള ഒരു പ്രശ്നമാണ് ആവശ്യമില്ലാത്ത വിറയലും വെപ്രാളവും ഒക്കെ ഉണ്ടാകാറുണ്ട്. അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞ ഗിയർ ഡൗൺ ഷിഫ്റ്റിങ്ങും സ്പീഡ് കുറവുമാണ്. ഇനി നിങ്ങൾക്ക് വെപ്രാളമൊക്കെ വരുന്ന ഓപ്പോസിറ്റ് ഒരു വണ്ടി കാണുമ്പോൾ പേടി വരും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, അത് മനസ്സിലാക്കണം. ഒരു ഓപ്പോസിറ്റിൽ നിന്ന് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, എപ്പോഴും നിങ്ങളുടെ വാഹനത്തിൻ്റെ ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ ഈ വെളി ഭാഗത്താണ് നമ്മൾ ഓപ്പോസിറ്റ് ഒരു വണ്ടി കാണുന്നതെങ്കിൽ നമ്മൾ സേഫാണ്. ഈ ഉള്ളിലേക്കാണ് നമ്മൾ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങളെ കാണുന്നതെങ്കിൽ നമ്മുടെ വണ്ടിയിലേക്ക് തട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് വെളിഭാഗത്താണ് മറ്റു വാഹനങ്ങൾ നമ്മൾ കാണുന്നതെങ്കിൽ നമ്മൾ സേഫാണ്. ആ ഒരു സമയത്ത് ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് പേടിക്കാതിരിക്കാനായിട്ട് ആ വണ്ടി അടുത്ത് വരുന്നതിനനുസരിച്ച് പരമാവധി, ഇപ്പോൾ നിങ്ങൾ നോക്കി ഈ ഭാഗത്തിന് വെളിയിലാണ് ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ, അതുകൊണ്ട് എനിക്ക് പേടിക്കണ്ട. ഇനി ഇങ്ങനെ ഒരു വണ്ടി വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പരമാവധി കുറച്ച് ഒരു പൊടിക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഒതുക്കി കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് തന്നെ ഒരു വണ്ടി ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് കഴിയും. ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളെ പേടിക്കേണ്ട. ഇനി അതുപോലെ തന്നെ നിങ്ങളൊരു തിരക്കുള്ള സ്ഥലത്തിലേക്ക് വരുമ്പോൾ കൂടുതൽ ജാഗ്രത കാണിക്കുക. അപ്പോൾ അതിന് ചെയ്യേണ്ടത്, ഇപ്പോൾ തിരക്കുള്ള റോഡിലേക്ക് നമ്മുടെ വണ്ടി വരികയാണ്, ഞാൻ നേരത്തെ തന്നെ 3rd നിന്ന് 2nd ഇടുകയാണ്. നിങ്ങൾ നോക്കി ഒരു ജംഗ്ഷനിലേക്ക് വരുന്നു, നേരത്തെ തന്നെ വീണ്ടും 1st ഗിയറിലേക്ക് കൊടുത്ത് ഞാൻ ജംഗ്ഷനിലേക്ക് റെഡിയാണ്. കാരണം 1st ഗിയറിൽ വന്നു കഴിഞ്ഞാൽ ഇനി നമുക്കിവിടെ സേഫാണ്. എന്നിട്ട് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ നമ്മൾ പ്രോപ്പറായിട്ട് കൊടുക്കുന്നു, ക്ലച്ചിലും ബ്രേക്കിലേക്കും വരുന്നു. ഒരു ജംഗ്ഷനാണ്, നമ്മുടെ വണ്ടി ക്ലച്ചും ബ്രേക്കും ചവിട്ടി ഇവിടെ നിർത്തുക. എന്നിട്ട് സ്റ്റിയറിംഗ് ഇടത്തെ സൈഡിലേക്ക് ഓടിച്ചു കൊടുക്കുക. ഇടത്തെ സൈഡിലേക്കാണ് തിരിയേണ്ടത്. ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇടുന്നു, 2 സൈഡ് നോക്കുന്നു. ക്ലച്ചിൽ നിന്ന് വണ്ടി ഓഫ് ആകാതിരിക്കാനായിട്ട് കാലിങ്ങനെ ഫ്രീ ആക്കിയിട്ട് ക്ലച്ച് റിലീസ് ചെയ്യുന്നു. വീണ്ടും നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നു, ആക്സിലറേഷൻ കുറയ്ക്കുന്നു, 2nd ഗിയറിലേക്ക് ഇടുന്നു. കണ്ടോ? അപ്പം ഇങ്ങനെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇനി തിരക്കുള്ള റോഡിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പരമാവധി ഒരു 3rd ഗിയർ വരെ ഇട്ട് ഓടിക്കുക. കാരണം നിങ്ങൾക്ക് ഒരു എക്സ്പേർട്ട് ആകുന്നത് വരെ. എന്നിട്ട് പിന്നീട് നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആകുന്നതിനനുസരിച്ച് ഗിയർ മാറ്റി കൊടുക്കാനായിട്ട് ശ്രമിക്കുക.
ഇനി അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾ മുന്നിലേക്ക് നോക്കുന്ന സെയിം ആയിട്ടുള്ള ഒരു ശ്രദ്ധ ബാക്ക് സൈഡിലേക്ക് എപ്പോഴും നൽകണം. അതിന് നിങ്ങളുടെ റൈറ്റ് സൈഡിലെ മിറർ ഇടയ്ക്കെല്ലാം നോക്കുക. ഈ മിറർ നോക്കുക, പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കുക. ലെഫ്റ്റ് മിറർ നോക്കുക, സെൻറ്റർ മിറർ നോക്കുക. ഈ ഒരു നോട്ടം നിങ്ങൾ തിരിഞ്ഞൊന്നും നോക്കണ്ട, നിങ്ങളുടെ ഒരു കണ്ണൊന്ന് വെട്ടിച്ച് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് സെൻറ്ററും ലെഫ്റ്റും റൈറ്റും മിറർ കാണാം, പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നൽകുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.